ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാനിക്കാനായിട്ട് ഇനി 3 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. പക്ഷെ സീസൺ അവസാനിച്ചാലും വിവാദങ്ങൾ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം ആ രീതിയിലുള്ള ആക്യുസേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് ബിഗ് ബോസിന്റെ ഷോ ഡയറക്ടർക്ക് നേരെ ഉയർന്നു വന്നുകൊണ്ട് ഇരിക്കുന്നത്. ഫേവറിസം എന്നുള്ള ഒരു ആക്യുസേഷൻ തുടക്കം മുതൽ തന്നെ ഉള്ള ഒരു സംഭവമാണ്. പക്ഷെ അത് അതിന്റെ മൂർച്ഛികാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഷോ കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രേക്ഷകൻ പങ്കുവെച്ച പോസ്റ്റ് വായിച്ചിട്ട് ബാക്കി പറയാം. ജാസ്മിൻ ഒരു കപ്പ്, ജാസ്മിൻ ഏഷ്യനെറ്റിന്റെ മോളാണ് എന്ന് പറഞ്ഞ് കരഞ്ഞു കൂവി നടന്നവരോട് പണ്ടേ പറഞ്ഞിരുന്നു അവരുടെ ലക്ഷ്യം ജാസ്മിനെ വിജയിപ്പിക്കുകയല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവളുടെ നെഗറ്റീവ്സ് അവരെ പുറത്ത് വിടില്ലായിരുന്നുവെന്ന്. അവളുടെ നെഗറ്റീവ്സ് കൂടുതൽ എടുത്തു കാണിച്ച് TRP കൂട്ടി എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. പക്ഷെ മറ്റൊരാൾക്ക് അവർ ഫേവറിസം ചെയ്യുന്നത് ഇപ്പോൾ വ്യക്തമായില്ലേ. ഒന്നും ചെയ്യാതെ വാഴ പോലെ ഇരുന്ന അർജുൻ ടോപ്പ് 5 വന്നത് തന്നെ അത്ഭുതം. അതോടൊപ്പം വോട്ടിങ്ങിൽ 4ാം സ്ഥാനത്ത് തുടർന്നിരുന്ന ശ്രീതു ഔട്ടായത് അർജുന് വോട്ട് കിട്ടി വിന്നർ ആവാൻ വേണ്ടിയാണെന്നുള്ളത് പകൽ പോലെ വ്യക്തം. കഴിഞ്ഞ 100 ദിവസം കഷ്ടപ്പെട്ട് കണ്ടന്റ് ഉണ്ടാക്കി ഫൈറ്റ് ചെയ്ത് ഈ സീസൺ മുന്നോട്ട് കൊണ്ടുപോയ 2 വ്യക്തികളാണ് ജിൻഡോയും ജാസ്മിനും. അവർക്ക് പകരം മരവാഴ പോലെ ഒന്നിലും ഇടപെടാതെ ഒരു മൂലയ്ക്ക് പോയി കിടന്ന അർജുൻ വിന്നർ ആയാൽ, അല്ലെങ്കിൽ ടോപ്പ് 2 വന്നാൽ ഏത് വാഴയ്ക്കും ബിഗ് ബോസ് എന്ന ഗെയിം ജയിക്കാമെന്ന അവസ്ഥയാവും. ഇപ്പോൾ അർജുന് കിട്ടുന്ന വോട്ടുകൾ അർജുൻ ഫാൻസ്, സിജോ ഫാൻസ്, ഇനി ശ്രീതു ഫാൻസ്. ഇപ്പൊ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായില്ലേ എന്ന് ആണ് ഈ ഒരു പോസ്റ്റ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ എനിക്കും ഇനി ഒരു വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ തോന്നി തുടങ്ങിയ കാര്യങ്ങളാണ് കേട്ടോ. 2 സ്ത്രീ മത്സരാർത്ഥികൾ അവിടെ വേണമെന്ന് ഇവര് നിർബന്ധം പിടിക്കാത്തത് എന്തുകൊണ്ടാണ്? ഏഷ്യനെറ്റ് കുടുംബത്തിലെ ആളെ ഔട്ടാക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ഈ പോസ്റ്റിൽ ഉൾപ്പെടുത്താത്ത വളരെ പ്രസക്തമായ 2 ചോദ്യങ്ങളാണ് ഞാൻ ഈ ചോദിച്ചത്. ഇതിന് ഫിനാലെ ദിവസം ഒരു മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും എന്റെ ടോപ്പ് 2 കണ്ടസ്റ്റൻസ് ജിൻഡോ ആൻഡ് ജാസ്മിൻ ആണ്. ആ നിലയിൽ എന്ത് മാറ്റം വന്നാലും അൺഫെയർ ആണെന്ന് പറഞ്ഞ് തന്നെ നമ്മൾ വീഡിയോ ചെയ്യും. സീസൺ 3 മുതലേ നമ്മൾ ഇവിടൊക്കെ തന്നെ ഉണ്ട്. അന്നും റണ്ണറപ്പിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് വിമർശനമായിട്ട് വന്നവരാണ് നമ്മള്. എന്താണ് റണ്ണറപ്പ് ചെയ്തത് എന്ന് ചോദിച്ചവരാണ് നമ്മള്. അതുകൊണ്ട് ഈ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഉണ്ടാവത്തില്ല. പിന്നെ ശ്രീധുവിനെ ഔട്ടാക്കുന്നത് അൺഫെയർ ആണെന്നല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അത്യാവശ്യം വോട്ടുള്ള ഒരാളാണ് ശ്രീധു. പിന്നെ അവിടെയുള്ള 2 ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ ഒരാളുമാണ്. സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറയുന്നേ എന്നൊക്കെ പറഞ്ഞ് കരയുന്നവരെന്താണ് ഇതൊന്നും ചോദ്യം ചെയ്യാത്തത്? ഇതൊന്നും എന്താ പറയാ, ജെൻഡർ ഇക്വാലിറ്റി അല്ലേ? 3 പേരല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരേണ്ടത് ടോപ്പ് 6-ലും? 3 സ്ത്രീകളും 3 ആണുങ്ങളും. ഏഷ്യനെറ്റ് ടിക്കറ്റിലാണെങ്കിലും ടോപ്പ് 5-ൽ എത്തിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. സിജോയും നോറയും അടക്കം ഇത്രയും ഡിസേർവിംഗ് ആയിട്ടുള്ളവര് പുറത്തു പോയതാണല്ലോ. ശ്രീധു പുറത്താകുന്നത് നാളത്തെ ലൈവിലും കാണിക്കുമെന്നാണ് അറിഞ്ഞത്. കണ്ടറിയാം.